നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർണാടക സ്വദേശിനി സരസുവിന്റെ കൊലപാതകം അന്വേഷിച്ച പോലീസ് സംഘത്തിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. തലക്കടിയേറ്റ സരസു മരിച്ചത് രാത്രി മുഴുവൻ ചോരവാർന്നാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. KPSTA സംസ്ഥാന പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ നയിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിക്കും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. ധർമ്മത്തടുക്ക കക്വയിലെ പട്ടികജാതി കോളനിയിലെ കുടിവെള്ള സംവിധാനം സ്വകാര്യ വ്യക്തി കയ്യേറിയതായി പരാതി. പ്രതിഷേധവുമായി കോളനി നിവാസികൾ രംഗത്ത്. മഞ്ചേശ്വരത്ത് മതസൗഹാർദ്ദ റാലി സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം പോലീസും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും സംയുക്തമായാണ് മതസൗഹാർദ്ദ റാലി സംഘടിപ്പിച്ചത്. ചെർക്കള ബേർക്ക മഹൽ യുവ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മതവിജ്ഞാപന സദസ്സും ഉപഹാര സമർപ്പണവും ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗവും സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് 14 മുതൽ ഫെബ്രുവരി 7 വരെ നടക്കും. ജില്ലയിൽ ഇതിനായി പ്രത്യേകം പരിശീലനം നൽകിയ 102 സ്ക്വാഡുകളെ നിയമിച്ചു. ചുമർ ചിത്രകലയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള പുതിയ വാഗ്ദാനമായി ചിത്ര. ചായോം സ്വദേശിയായ ചിത്രയ്ക്ക് ഇതിനകം ലഭിച്ചത് നിരവധി അംഗീകാരങ്ങൾ. വാർത്തകൾ വിശദമായി. കർണാടക സ്വദേശിനി സരസുവിന്റെ കൊലപാതകം അന്വേഷിച്ച പോലീസ് സംഘത്തിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. വിദ്യാനഗറിലെ ഒറ്റമുറി ക്വാർട്ടേഴ്സിൽ പ്രതിയായ ചന്ദ്രു രമേശിൽ നിന്നും അതിക്രൂരമായ മർദ്ദനമുറകൾക്കാണ് സരസു വിധേയയായത്. തലക്കടിയേറ്റ സരസു മരിച്ചത് രാത്രി മുഴുവൻ ചോരവാർന്നാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. കർണാടക സ്വദേശിനിയായ സരസുവിന്റെ കൊലപാതകം കാസർഗോഡ് കണ്ട അതിക്രൂരമായ കൊലപാതകങ്ങളിലൊന്നായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. പ്രതിയായ ചന്ദ്രു രമേശിനെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസ് സംഘത്തിന് ലഭിച്ചത്. ഈ കൊലപാതകത്തിലും പതിവ് പോലെ വില്ലനായത് മദ്യമാണ്. കൊലപാതകം നടന്ന വിദ്യാനഗർ ചാലയിലെ ഒറ്റമുറി ക്വാർട്ടേഴ്സിൽ പ്രതിയായ ചന്ദ്രു രമേശും സരസുവും മദ്യലഹരിയിലായിരുന്നു വാക്കേറ്റം നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വാക്കേറ്റം കയ്യാങ്കളിയിൽ കലാശിക്കുകയും ചന്ദ്രു രമേശ് സരസുവിനെ അതിക്രൂരമായ മർദ്ദനമുറയ്ക്ക് വിധേയയാക്കുകയുമായിരുന്നു. തലയിലെ മുറിവാണ് മരണകാരണമായതെങ്കിലും സരസുവിന്റെ വാരിയല്ലുകൾ 8 എണ്ണം ഒടിഞ്ഞിരുന്നു. ഇത് തറയിലിട്ട് ചവിട്ടിയതിനെ തുടർന്നുണ്ടായതാണെന്ന് പോലീസ് പറഞ്ഞു. ശരീരത്തിലാകമാനം ചതവുകളും പറ്റിയിട്ടുണ്ട്. തലയിലുണ്ടായ മുറിവ് കൂടാതെ നെഞ്ചുഭാഗത്തെ ആന്തരിക രക്തസ്രാവവും സരസുവിനെ മരണത്തിലേക്ക് നയിച്ചു. സരസുവിന്റെ തലയിലുണ്ടായ മുറിവ് ഇരുമ്പ് തവ കൊണ്ടിടിച്ചത് കാരണമോ ചുവരിൽ ചേർത്തിടിച്ചത് മൂലമോ ഉണ്ടായതാകാമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. മദ്യലഹരിയിലായിരുന്നപ്പോൾ സരസുവിന് എന്താണ് സംഭവിച്ചതെന്നറിയുവാനുള്ള ബോധം പോലും ചന്ദ്രുവിനുണ്ടായിരുന്നില്ല. മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സരസുവിന്റെ കൂടെ രാത്രി കിടന്നുറങ്ങിയ ചന്ദ്രു പിറ്റേന്നാണ് മരണം ഉറപ്പാക്കിയത്. പിന്നീട് താൻ ജോലി ചെയ്തിരുന്ന ഇന്റർലോക്ക് ഉടമയ്ക്ക് മുറിയുടെ താക്കോൽ നൽകി മുങ്ങുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും ചന്ദ്രു എത്താത്തതിനെ തുടർന്ന് ഫോണിൽ ഇന്റർലോക്ക് ഉടമ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഇതേ തുടർന്ന് ഉടമ ഒറ്റമുറി ക്വാർട്ടേഴ്സിലെത്തിയപ്പോഴാണ് സരസുവിന്റെ മൃതദേഹം കണ്ടത്. പോലീസ് അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ തിരച്ചിലിലാണ് പിന്നീട് കർണാടക ഷിമോഗയിൽ വെച്ച് ചന്ദ്രു പിടിയിലായത്. കാസർഗോഡ് CI VV മനോജ്, SI അജിത് കുമാർ, ASIമാരായ KM ജോൺ, പ്രദീപ് കുമാർ, നാരായണൻ, പോലീസ് ഉദ്യോഗസ്ഥരായ ലക്ഷ്മി നാരായണൻ, രാജേഷ്, മനു, ലതീഷ്, ഷിജിത്ത്, രതീഷ്, ശ്രീകാന്ത്, ശിവകുമാർ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മദ്യവും അസാൻമാർഗിക പ്രവർത്തനങ്ങളും അരാജകത്വം നിറച്ചതായിരുന്നു ചന്ദ്രുവിൻ്റെയും സരസുവിൻ്റെയും ജീവിതം. മദ്യലഹരിയിലായിരുന്നപ്പോഴുണ്ടായ ചെറിയൊരു വാക്തർക്കമാണ് സരസുവിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുവാനിടയാക്കിയത്. ഒരു സ്ത്രീയെന്ന പരിഗണന പോലും നൽകാതെ അതിക്രൂരമായ രീതിയിൽ സരസുവിനെ കൊലപ്പെടുത്തിയ ചന്ദ്രുവിൻ്റെ ക്രൂരത പോലീസിന് പോലും ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. ന്യൂസ് ഡെസ്ക് KCN. KPSTA സംസ്ഥാന പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ നയിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ജ്യോതിർഗമയ 13-ന് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജാഥ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ കാവി ചുവപ്പുവൽക്കരണം അവസാനിപ്പിക്കുക, അധ്യാപകരുടെ നിഷേധിക്കപ്പെട്ട ആവശ്യങ്ങൾ പുനഃസ്ഥാപിക്കുക,
വിലക്കയറ്റം തടയുക തുടങ്ങി വിവിധ ആവശ്യങ്ങളുന്നയിച്ചാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. 13 മുതൽ 13 ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥ വിവിധ ജില്ലകളിലെ 51 സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കാസർഗോഡ് ജാഥയുടെ ഉദ്ഘാടനം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP നിർവഹിക്കും. ജാഥയിൽ കോൺഗ്രസ് സംസ്ഥാന നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി മാസം 13-ാം തീയതി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നുള്ള അർത്ഥം വരുന്ന ജ്യോതിർഗമയ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ നടത്തുകയാണ്. 3 മണിക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് KPST സർഗസാഹിതി അവതരിപ്പിക്കുന്ന കലാപരിപാടികളോട് തുടങ്ങുകയും പിന്നീട് പ്രത്യേകം ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനം, അതിനുശേഷം 4 മണിക്ക് ആദരണീയനായ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ഈ ജ്യോതിർഗമയ ജാഥ ക്യാപ്റ്റൻ ശ്രീ P ഹരിഗോവിന്ദന് പതാക നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ TK എവിജിൻ, KC രാജൻ, KO രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ധർമ്മത്തടുക്ക കക്കുയിലെ പട്ടികജാതി കോളനിയിൽ കുടിവെള്ള സംവിധാനം സ്വകാര്യ വ്യക്തി കയ്യേറിയതായി പരാതി. 4 വർഷം മുൻപ് പഞ്ചായത്ത് നിർമ്മിച്ച കുഴൽ കിണറും ടാങ്കും അടക്കമുള്ള കുടിവെള്ള സംവിധാനമാണ് സ്വകാര്യ വ്യക്തി കയ്യേറിയത്. ഇതേ തുടർന്ന് വൻ കുടിവെള്ളക്ഷാമം നേരിടുകയാണ് കോളനി നിവാസികൾ. 1 മാസം മുമ്പാണ് സ്വകാര്യ വ്യക്തി ടാങ്കും കിണറും അകത്താക്കി പറമ്പിന് ചുറ്റുമതിൽ നിർമ്മിച്ചത്. ഇതോടെ തങ്ങളുടെ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണെന്ന് കോളനി നിവാസികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വെള്ളം ചോദിച്ചു ചെല്ലുന്നവരോട് സ്വകാര്യ വ്യക്തി ധിക്കാരപരമായാണ് പെരുമാറുന്നത്. 1 മാസത്തിലധികമായി കോളനിയിലെ 30ഓളം വരുന്ന കുടുംബങ്ങൾ ടാങ്കറിൽ വരുന്ന വെള്ളം ദിവസം 650 രൂപ നൽകി വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. അതും 3 ദിവസത്തിലൊരിക്കൽ മാത്രമാണ് ലഭിക്കുന്നത്. പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും അവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പഞ്ചായത്ത് അംഗം കയ്യേറ്റക്കാരന് ഒത്താശ ചെയ്യുന്നതായും കോളനി നിവാസികൾ ആരോപിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കുടിവെള്ളം തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു പഞ്ചായത്ത് ഭരണസമിതി അനുവദിച്ചിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ ഫണ്ട് അനുവദിച്ച് അദ്ദേഹത്തിൻ്റെ പരസ്പര സ്വന്തം ചെലവാകുന്ന പഞ്ചായത്ത് സമിതി അനുവദിച്ചിട്ടുള്ള തുക ഒരു ദുരുപയോഗം ചെയ്ത് എന്ന് തന്നെ പറയാൻ നമുക്ക് സാധിക്കും. മൊഗേറു സംഘം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് രവികാന്ത്, PA രമേശ്, BA ബഷീർ, മണി K, സുന്ദരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരത്ത് മതസൗഹാർദ്ദ റാലി സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം പോലീസും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും സംയുക്തമായാണ് മതസൗഹാർദ്ദ റാലി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന സാമുദായിക സംഘർഷങ്ങളിലെ പശ്ചാത്തലത്തിലാണ് മതസൗഹാർദ്ദ റാലി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം പോലീസും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും സംയുക്തമായാണ് റാലി ഒരുക്കിയത്. കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന റാലി ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് K യോഗേഷ് അധ്യക്ഷനായി. സിവിൽ പോലീസ് ഓഫീസർ രതീശൻ, അധ്യാപകരായ പ്രമീള, അനിത, യോഗേഷ് മധൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 80ഓളം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ റാലിയിൽ അണിനിരന്നു. ചെർക്കള ബേർക്ക മഹൽ യുവ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മതവിജ്ഞാപന സദസ്സും ഉപഹാര സമർപ്പണവും ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗവും 13, 14 തീയതികളിൽ സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാത്രി 7 മണിക്ക് കുമ്പോൾ സയ്യിദ് KS മുഹമ്മദ് ഷമീൻ തങ്ങൾ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അഷ്റഫ് പെർലയുടെ അധ്യക്ഷതയിൽ മർഹൂം പുതിയടുക്കം അബ്ദുൽ ഖാദർ നഗറിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ മുഖ്യാതിഥിയായിരിക്കും. ചടങ്ങിൽ നിരവധി മത, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചെർക്കളക്കടുത്തുള്ള ബേർക്ക എന്ന ഗ്രാമത്തിൽ യുവാക്കളുടെ ആ മഹലിലെ മുഴുവൻ യുവാക്കളുടെ കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉപഹാര സമർപ്പണമാണ്. മത ഭൗതിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഒരുപാട് പ്രഗത്ഭന്മാരാണ് ചെറിയ ഒരു നാട്ടിൽ, ഞങ്ങളെ ബേർക്ക എന്ന നാട്ടിലുള്ളത്. അവരെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആദരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രാൻഡ് പരിപാടിയാണ്. അതോടൊപ്പം തന്നെ മതവിജ്ഞാന സദസ്സും ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗവുമാണ് പരിപാടിയിൽ സമാപനമായി നടക്കുന്നത്.
വാർത്താസമ്മേളനത്തിൽ സുഹൈർ അസ്ഹരി പള്ളങ്കോട്, അഷ്റഫ് പെർല, ഇബ്രാഹിം ബേർക്ക, MC ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ 25ാമത് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് 14 മുതൽ ഫെബ്രുവരി 7 വരെ നടക്കും. 19ാമത് കന്നുകാലി സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള സ്ഥിതിവിവരക്കണക്കാണ് ലക്ഷ്യം. ജില്ലയിൽ ഇതിനായി പ്രത്യേകം പരിശീലനം നൽകിയ 102 സ്ക്വാഡുകളെ നിയമിച്ചതായി അധികൃതർ അറിയിച്ചു. 21 പ്രവൃത്തി ദിവസ കാലയളവിലാണ് കുത്തിവയ്പ് നടക്കുക. പ്രാദേശിക നിർവാഹക സമിതിയുടെ തീരുമാനപ്രകാരം വീടാന്തരമോ ക്യാമ്പുകളായോ നടത്തും. ഇതിനായി പ്രത്യേകം പരിശീലനം നൽകിയ 102 സ്ക്വാഡുകളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കുത്തിവയ്പ്പിന് ശേഷം മഞ്ഞ നിറത്തിലുള്ള ടാഗ് ചെവിയിൽ ഘടിപ്പിക്കും. കന്നുകാലികൾക്ക് ഇൻഷുറൻസ്, കാലിത്തീറ്റ വിതരണ പദ്ധതി, ദുരിതാശ്വാസ ദുരന്ത നിവാരണ ധനസഹായം എന്നിവയ്ക്ക് ഇയർ ടാഗും കർഷക രജിസ്ട്രേഷനും നിർബന്ധമാണ്. പ്രതിരോധ കുത്തിവയ്പ് ഒന്നിന് 10 രൂപ നിരക്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജായി കർഷകരിൽ നിന്നും ഈടാക്കുമെന്നും അധികൃതർ പറഞ്ഞു. സംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന 25ാം റൗണ്ട് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ കന്നുകാലികൾക്ക് അടുത്ത ആഴ്ച 14-ാം തീയതി തൊട്ട് 21 ദിവസത്തേക്ക് കാസർഗോഡ് ജില്ലയിൽ നടക്കാൻ പോവുകയാണ്. 21 പ്രവൃത്തി ദിവസങ്ങളാണ് വാക്സിനേഷൻ കാസർഗോഡ് ജില്ലയിൽ ഇടനീളം നടക്കുന്നത്. വീടാന്തരമോ ഇല്ല ക്യാമ്പ് വഴിയോ എല്ലാ പഞ്ചായത്തുകളിലും പോയി കന്നുകാലികളെയും എരുമ, പന്നി എന്നിവകളെ കുത്തിവെക്കുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ P. നാഗരാജ്, ഡോക്ടർ K. മുരളീധരൻ, ഡോക്ടർ BG മഞ്ഞപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാനഗന്ധർവൻ KJ യേശുദാസ് 79ാം പിറന്നാൾ ആഘോഷത്തിനായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി. മൂകാംബിക ദേവിയെ വണങ്ങി സരസ്വതി മണ്ഡപത്തിൽ ഗാനാർച്ചനയും നടത്തി. ഗാനഗന്ധർവൻ KJ യേശുദാസ് 79ാം പിറന്നാൾ ആഘോഷിക്കാൻ ഇത്തവണയും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി. ഭാര്യ പ്രഭ, മകൻ വിനോദ് യേശുദാസ്, സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ എന്നിവർക്കൊപ്പമായിരുന്നു യേശുദാസ് കൊല്ലൂർ മൂകാംബിക ദേവിയുടെ സന്നിധിയിലെത്തിയത്. പതിവ് തെറ്റിക്കാതെ പുലർച്ചെ തന്നെ ചണ്ഡികാഹോമത്തിൽ പങ്കെടുത്തു. തിരിച്ചിറങ്ങി പിറന്നാളിന്റെ ഭാഗമായി സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഗീതാർച്ചന നടത്തുന്ന സരസ്വതി മണ്ഡപത്തിലെത്തി കീർത്തനങ്ങളും ദേവീസ്തുതിയും ആലപിച്ചു. സ്ലോ ഡൗൺ ചെയ്തിട്ട് അധികം ഒന്നും ബഹളമൊന്നും കാണിക്കാണ്ട് നല്ല സന്തുഷ്ടമായ മുഖത്തോടുകൂടി എന്താ ഒരാൾ കേട്ടോ ഇതുവരെ ഈ ചിരിയൊക്കെ വേണം. തുടർന്ന് മൂകാംബിക സംഗീതാരാധനാ സമിതി ഏർപ്പെടുത്തിയ സൗവർണികാമൃത പുരസ്കാരം മൃദംഗ വിദ്വാനും സംഗീതജ്ഞനുമായ N. ഹരിക്ക് യേശുദാസ് സമ്മാനിച്ചു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം 2019ന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നടക്കും. ഗ്രാമോത്സവം വിളംബരം ചെയ്ത് നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളടക്കം നിരവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗ്രാമോത്സവത്തോടനുബന്ധിച്ചുള്ള ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് 14-ന് നടക്കും. രാവിലെ 9 മണി മുതൽ 2 മണി വരെ നടത്തുന്ന ക്യാമ്പിൽ മലബാർ ക്യാൻസർ സെന്ററിലെ വിദഗ്ധ ഡോക്ടർമാർ സംബന്ധിക്കുമെന്ന് മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ജലീൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ബേബി ക്യാമ്പിൽ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫർ പെരുമഴ. 15ാം തീയതി വരെയാണ് ആനിവേഴ്സറി ബിഗ് സെയിൽ എന്ന പേരിൽ ബേബി ക്യാമ്പിൽ ഉപഭോക്താക്കൾക്ക് ഓഫർ വിസ്മയം ഒരുക്കിയിട്ടുള്ളത്. കുഞ്ഞുടുപ്പുകൾക്ക് പ്രശസ്തമായ കാസർഗോഡ് അശ്വിനി നഗറിലെ ബേബി ക്യാമ്പിൽ 5ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതുവത്സര സമ്മാനമായി ആനിവേഴ്സറി ബിഗ് സെയിൽ ഒരുക്കിയത്. 5ാം തീയതി മുതൽ ആരംഭിച്ച ഓഫർ വിസ്മയം 15ാം തീയതി വരെ തുടരും. കുഞ്ഞിളം കുരുന്നുകൾക്കായി വൻ ഓഫറുകളാണ് ബേബി ക്യാമ്പിൽ ഒരുക്കിയത്. പ്രശസ്ത ബ്രാൻഡുകളുടെ കുഞ്ഞുടുപ്പുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ 50% ഡിസ്കൗണ്ടോടെയാണ് വിൽപ്പന നടത്തുന്നത്. കൂടാതെ തിരഞ്ഞെടുത്ത ഇനങ്ങൾക്ക് മറ്റു ഓഫറുകളും ലഭിക്കും. വാർഷികത്തോടനുബന്ധിച്ച് 15ാം തീയതി വരെ 1000 രൂപയ്ക്ക് പർച്ചേസ് നടത്തുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സമ്മാനം നൽകും. കൂടാതെ സ്വർണ്ണ നാണയങ്ങൾ നൽകുന്ന സമ്മാന പദ്ധതിയുമുണ്ട്. സമ്മാനങ്ങളുടെ പെരുമയോടെയാണ്, എല്ലാ വർഷത്തേക്കാളും പുതുമയോടെയാണ് ഈ പ്രാവശ്യത്തെ ആഘോഷങ്ങൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിലുപരി എല്ലാ ഉപഭോക്താവിനും
1000 രൂപയുടെ പർച്ചേസിൻ്റെ കൂടെ ഉറപ്പായ ഒരു സമ്മാനങ്ങളുണ്ട് ഈ പ്രാവശ്യം. അതിൽ ഗോൾഡ് കോയിൻ ഉൾപ്പെടെയുള്ള എല്ലാ സമ്മാനങ്ങളും ഒരുക്കി വച്ചിരിക്കുകയാണ് ഞങ്ങൾ. കുരുന്നുകൾക്കായുള്ള വസ്ത്രങ്ങളുടെ ഉത്തര മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് ബേബി ക്യാമ്പ്. ബ്രാൻഡഡ് കമ്പനികളടക്കമുള്ള നിരവധി കമ്പനികളുടെ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് KCN. ഹർത്താലായാലും പണിമുടക്കായാലും ചീമേനി ചെറുപുഴ റോഡിലൂടെ കടന്നുപോകുന്ന വഴിയാത്രക്കാർക്ക് വിശപ്പും ദാഹവും അകറ്റാം. ചീമേനി തുറന്ന ജയിലിന് മുന്നിലെ ഭക്ഷണശാല അത്തരക്കാർക്ക് ഒരാശ്വാസം. ജയിൽ അധികൃതരുടെയും അന്തേവാസികളുടെയും കൂട്ടായ്മയിലാണ് ഈ സംരംഭം. ഹർത്താലായാലും പണിമുടക്കായാലും ചീമേനി ചെറുപുഴ റോഡിലൂടെ കടന്നുപോകുന്ന വഴിയാത്രക്കാർക്കും സഞ്ചാരികൾക്കും ഭയപ്പെടേണ്ടതില്ല. അവരുടെ വിശപ്പും ദാഹവും അകറ്റാനുള്ള ഒരു സ്ഥാപനം അവിടെയുണ്ട്. ചീമേനി തുറന്ന ജയിലിന് മുന്നിൽ ജയിൽ അധികൃതരുടെയും അവിടുത്തെ അന്തേവാസികളുടെയും കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാല വലിയൊരു അനുഗ്രഹമായി മാറുന്നു. ചീമേനിയിലെ തുറന്ന ജയിലിൽ നടപ്പിലാക്കി വരുന്ന പല വികസന പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമാണ് മിതമായ നിരക്കിൽ ഭക്ഷണം ലഭിക്കുന്ന ഈ ഭക്ഷണശാല. ഇതിനകം തന്നെ ജയിലിലെ ചപ്പാത്തിയും ബിരിയാണിയും പൊതുസമ്മതി നേടിയിട്ടുണ്ട്. ജയിലിലെ അന്തേവാസികളുടെ തൊഴിൽ സംരംഭങ്ങളിൽ ഒന്നുകൂടിയാണിത്. ആട്, പശു, കോഴി, പന്നി എന്നിവയുടെ വളർത്തൽ, വിവിധതരം കൃഷി, കല്ലുവെട്ട് എന്നിവയാണ് മറ്റു തൊഴിൽ സംരംഭങ്ങൾ. ചുമർ ചിത്രകലയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള പുതിയ വാഗ്ദാനമാവുകയാണ് ചായോം സ്വദേശി ചിത്ര. കുട്ടിക്കാലം മുതൽ തന്നെ ഇവർ ചിത്രരചനയിൽ താൽപര്യം കാട്ടിയിരുന്നു. ഒട്ടനവധി സമ്മാനങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. വർണ്ണങ്ങളുടെ ലോകത്ത് കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൊണ്ട് വേറിട്ട വിസ്മയം തീർക്കുകയാണ് ചായോം സ്വദേശി കെ ചിത്ര. കുഞ്ഞുനാളിലെ ഈ കലാകാരിയുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് കുടുംബം നല്ല പ്രോത്സാഹനവും പിന്തുണയും നൽകിയിരുന്നു. ചുമർ ചിത്രകലകളിൽ പ്രത്യേകമായ പരിശീലനം നേടിയിട്ടുള്ള ഈ കലാകാരി ഈ മേഖലയിലെ പ്രവർത്തനം തുറന്നു കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. കോഴ്സ് കഴിഞ്ഞാഴ്ചയൊക്കെ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കഴിഞ്ഞായിരുന്നു 2 വർഷത്തെ. അപ്പം അതിൽ കുറച്ച് ഡ്രോയിങ്ങും കാര്യങ്ങളും ഉണ്ട്. എംബ്രോയിഡറിയും ചെയ്യും, പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഡ്രോയിങ്ങിനോട് കുറച്ച് താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഇത് ക്ലാസ്സിന് പോയത്. ഇപ്പം എന്ന് വെച്ചാൽ സാരിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചെയ്യണം കുറേ. പിന്നെ പോട്ടിൽ ചെയ്യണമെന്നുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ ചിത്രം വരച്ച് ശ്രദ്ധേയായ KR ബാബുവിൻ്റെ കീഴിലാണ് ചിത്ര 9 മാസക്കാലം പരിശീലനം നേടിയത്. സാരിയിലും ഷർട്ടിലും മറ്റു തുണിത്തരങ്ങളിലും ചിത്രങ്ങൾ വരച്ചു നൽകാറുണ്ട്. ഫാഷൻ ഡിസൈനിങ്ങിൽ താല്പര്യം പുലർത്തുക വഴി കുടുംബത്തിന് ചെറിയ വരുമാനവും ലഭിച്ചു വരുന്നു. ക്യാൻവാസിലും തുണിത്തരങ്ങളിലും നടത്തിയ പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെയും കലാലോകത്തിൻ്റെയും പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ചായോത്തെ K രാമചന്ദ്രൻ ഉഷാദമ്പതികളുടെ മകളാണ്. ഭർത്താവ് TV രഞ്ജിത്തിൻ്റെ പ്രോത്സാഹനവും ഈ രംഗത്ത് തുടരാൻ പ്രേരണയാകുന്നുണ്ട്. ആദിനാഥ് ഏകമകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടക സ്വദേശിനി സരസുവിന്റെ കൊലപാതകം അന്വേഷിച്ച പോലീസ് സംഘത്തിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. തലക്കടിയേറ്റ സരസു മരിച്ചത് രാത്രി മുഴുവൻ ചോരവാർന്നാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. KPSTA സംസ്ഥാന പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ നയിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ കാസർഗോട്ട് നിന്ന് പ്രയാണം ആരംഭിക്കും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. ധർമ്മത്തടുക്ക കക്വയിലെ പട്ടികജാതി കോളനിയിലെ കുടിവെള്ള സംവിധാനം സ്വകാര്യ വ്യക്തി കയ്യേറിയതായി പരാതി. പ്രതിഷേധവുമായി കോളനി നിവാസികൾ രംഗത്ത്. മഞ്ചേശ്വരത്ത് മതസൗഹാർദ്ദ റാലി സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം പോലീസും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും സംയുക്തമായാണ് മതസൗഹാർദ്ദ റാലി സംഘടിപ്പിച്ചത്. ചെർക്കള ബേർക്ക മഹൽ യുവ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മതവിജ്ഞാപന സദസ്സും ഉപഹാര സമർപ്പണവും ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗവും സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് 14 മുതൽ ഫെബ്രുവരി 7 വരെ നടക്കും. ജില്ലയിൽ ഇതിനായി പ്രത്യേകം പരിശീലനം നൽകിയ 102 സ്ക്വാഡുകളെ നിയമിച്ചു. ചുമർ
ഹ്യൂമർ ചിത്രകലയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള പുതിയ വാഗ്ദാനമായി ചിത്ര. ചായോം സ്വദേശിയായ ചിത്രയ്ക്ക് ഇതിനകം ലഭിച്ചത് നിരവധി അംഗീകാരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.